ഈ കഴിഞ്ഞ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായിട്ടും അതുപോലെ ഇന്നത്തേതും കൂട്ടി 400 പേർക്കാണ് നമ്മൾ ഈ ആഴ്ച കൊറിയർ അയക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചവരുടെ എല്ലാം തന്നെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെബ്സൈറ്റ് ഓർഡേഴ്സിന് മെയിൽ വഴി നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രാക്കിംഗ് ID കിട്ടിയില്ലെന്ന് ആരും പറയാതിരിക്കുക. എല്ലാവരുടേതും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. DTDC വഴിയാണ് കേരളത്തിനുള്ളിലുള്ളവർക്ക് അയച്ചിരിക്കുന്നത്. പുറത്തുള്ളവർക്ക് ST കൊറിയറും ഡൽഹി വരെയും വഴിയാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യണം കേട്ടോ. 3-4 പേരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറഞ്ഞ് കൊറിയറിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. 2 പേരുടെ ഇത് റിട്ടേൺ വരുന്നുണ്ട്. റിട്ടേൺ വരാൻ കാരണം 3 ദിവസം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ കൊറിയറിൽ. അപ്പോൾ നിങ്ങളുടെ ഒരു റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ടാണ് അത് റിട്ടേൺ വരുന്നത്. ഇനിയിപ്പോൾ അത് റിട്ടേൺ കിട്ടിയാലും ഞങ്ങൾക്ക് അത് ഉപകാരം ഉണ്ടാവില്ല. കാരണം അവക്കാടെ പ്ലാന്റൊക്കെ തിരിച്ചിങ്ങെത്തുമ്പോഴത്തേക്കും കേടായി പോകും. 2 ആഴ്ച കഴിഞ്ഞൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുക. അപ്പോഴത്തേക്കും കേടായി പോകും. വേറെ വല്ല പെട്രോളൊക്കെ ആണെങ്കിൽ പിന്നെയും ചെറിയൊരു ജീവനെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഫോൺ നമ്പർ വെക്കാൻ ശ്രമിക്കുക. വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തന്നെ വെക്കുക. ഫോണ് മാക്സിമം ഓൺ ആക്കി വെക്കുക. ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ലിസ്റ്റൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ ഓൺ ആക്കി വെക്കുക. പലരുടേതും ഇങ്ങനെ സ്വിച്ച് ഓഫ് ആയിട്ട് ഞങ്ങൾ ഒരുപാട് പേരാണ് വിളിക്കുന്നത്, വിളിച്ച് കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടത്, റിട്ടേൺ അയക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഒരുക്കാതിരിക്കുക. പിന്നെ ഈ അവക്കാഡൊക്കെ എങ്ങനെ നടേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു നോട്ട് എല്ലാ ചെടികളുടെ കൂടെയും വെച്ചിട്ടുണ്ട്, അവക്കാഡോൻ്റെ കൂടെ. അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ള ഒരു വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുക.